വരൂ 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 പ്ലീസ് കം. ലേറ്റ് ആയി മനസ്സിലായി എന്തെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ട് കാണും. എനിക്കങ്ങനെ ആരും ഫോളോ അപ്പ് ചെയ്ത് ശീലമില്ല. പിന്നെ ഇയാൾ പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാണ് വിളിച്ചത്. അത് നന്നായി. വരൂ വരൂ. നീ എന്തുവായി ആലോചിച്ച് കൂട്ടുന്നത്? മാറിങ്ങോട്ട്. സുധേ, ചായ എടുക്കാൻ പറഞ്ഞോളൂ. ചേച്ചി എടുത്തോ. ഇതാ വരുന്നു. സോ വിജയ്, എൻജിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം? സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക് ബിസിനസ്. ഗുഡ് 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 ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ ആൻഡ് ഹിസ് വൈഫ്. വി ആർ ബേസിക്കലി ഫ്രം അടൂർ. അപ്പോ വൈഫ്? വി ആർ സെപ്പറേറ്റഡ്. എനിക്കൊന്നും ഹൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഐ ബീൻ ഫ്രാങ്ക് അബൌട്ട് എവറിത്തിങ്. കഴിക്കൂ. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അയ്യോ, അത് വേണോ? അത് വേണോന്നോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോയി പരിചയപ്പെടൂ. ചെല്ലു സോനം. റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിലൊന്നും സംസാരിച്ചാൽ മതി. അതെ 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 അതെ. എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ അഹെഡ്. Your fly is under. സോറി. Sip. സോറി. എന്താ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്ക്. അമ്മേ പ്ലീസ്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതെ അതെ. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ, അങ്കിളുടെ കാല് തൊട്. എന്തിനാ ഇപ്പൊ എന്റെ കാലം പിടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ചെല്ലുമോനെ. ആ ഇപ്പൊ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട്. സോറി അങ്കിൾ. എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ. It's all right. It's all right. Sorry. I can manage. All is well. Yes. What are you thinking? ഒരു സിഗരറ്റ് വലിക്കാൻ. Eh? ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ. Okay, 1 second. അല്ല അത് that's okay. No, that's fine. ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ഐ തിങ്ക് ഇറ്റ്സ് എ സയൻസ്. അതിനാണ് ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചത്. 10ൽ 8 പൊരുത്തം. ഇറ്റ്സ് റിയലി ഗുഡ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക്, എഡ്യൂക്കേറ്റഡ് ആൻഡ് നല്ല തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നല്ലൊരു ഓപ്ഷൻ അങ്ങളെ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെക്കാട്ട് പഠിക്കണം എപ്പോഴും. Oh, is it? അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ആൻ ആവറേജ്. I like your frankness. താങ്ക് യു. എൻ്റെ മോൾ കുറച്ച് വീക്കാണ് സ്റ്റഡീസിലൊക്കെ. പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹെർ സ്റ്റഡീസ്. അതൊരു 4 months കഴിയും. അത് കഴിഞ്ഞിട്ട് മാരേജിൻ്റെ കാര്യം വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല, ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ. Hey. അങ്കിള് പൊളിയാണല്ലോ. ഡാഡി വലിക്കാറില്ല. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എൻ്റേതെല്ലാം എൻ്റെ മോൾക്കാണ്. എൻ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം
എത്ര സെന്റ് വരും? അതൊരു 50 സെന്റ് വരും. അതിലേക്ക് എന്തിരിക്കുന്നല്ലേ? ആ അവർ വന്നല്ലോ. ഭാഗ്യം. യെസ്, കം കം, ഇരിക്കൂ. 5 മിനിറ്റ്സ് കൊണ്ട് പരസ്പരം എന്തറിയാനല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ? അത് നല്ല കാര്യമാണ്, കൊള്ളാം. എന്നാ പിന്നെ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓ അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. ആ ഓക്കെ, നൈസ് മീറ്റിംഗ്. സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി, പള്ളൂർ, തിരുപ്പതി. ആ, ഇൻട്രസ്റ്റിംഗ്. സോ ആഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ പോപ്പി കൂടെ, ജോൺസ് കൂടെ, സ്കൂബിയുടെ ഇതെല്ലാം നമ്മൾ ചെയ്തത്. ആ, അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്ക്. ഇതിനു വേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ? സിമ്പിൾ. Fine. ഷൈലാക്ക്, നല്ല പേര്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? We are just making the time little more productive. 3172. हाँ 3 डजन आज ही भेज दो. हाँ അച്ഛാ, അന്ന് അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? സതീഷ് ഒരു മിനിറ്റ്. അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? അവർ അഡ്രസ്സ് തെറ്റി വന്നല്ലേ, പിന്നെ അവരുടെ അഡ്രസ്സ് എവിടുന്ന? ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വല്ലതും ആണോ? തപ്പിയെടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എന്താടി കാര്യം? അതൊക്കെ ഉണ്ട്. നിനക്ക് വല്ല ഓട്ടോയിലും പോയാ അയ്യോ, അതൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഹെൽമെറ്റ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വെരി ഫണി. തരാ. ദാസേട്ടാ. യാ കറക്റ്റ്. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു. കടിപ്പാടെ മാറ്റാനായി ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്നും കൂടെയുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് മറ്റേ മൗഗളിയുടെ പടലട. ഒന്ന് പോടാ, എന്റെ പഞ്ചമം പേരാണ്. പനി 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 കൊല. മിസ്റ്റർ വിജയ്, നീ ഇതൊന്നും കേക്കടില്ലേ? നിന്റെ ഭാവി അമ്മായിപ്പിന് വേണ്ടി ഉണ്ടാക്കണ പാട്ടാണ്. പുള്ളിക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടില്ല മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. കടി മാറ്റാനുള്ള മരുന്ന്. എന്താണ്? അല്ല, വളങ്കടി മാറ്റാൻ നീ ഇരുന്ന് മ്യൂസിക് ഉണ്ടാക്കും, ഞാൻ പോയി കഞ്ഞി വെക്കാം. ഓക്കെ വിജയ്, നീ എന്തുട്ടി ആലോചിച്ചോണ്ടിരിക്കണേ? കൊറേ നേരം ആയല്ലോ. അവളെ ഒരു ഇത് ടെമ്പോ 4x4. ആ അച്ഛാ. ഓ ഫാമിലി ഡ്രാമ. ഞാനിപ്പോ പോവാം. ശരി അച്ഛൻ. ആ സാറിനെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. അങ്കിളില്ലേ? ഉണ്ട് ചെല്ലല്ലേ അങ്കിളെ. ആ താനോ? അച്ഛൻ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു, അങ്കിളിനെ കിട്ടിയില്ല. അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത. സൗകര്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, അതാണല്ലോ പതിവ്. കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ? അങ്കിള്, ഞാനൊരു ആർഗ്യുമെന്റിന് വന്നതല്ല. അച്ഛൻ്റെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ പോയ അവസ്ഥയില. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 10-80 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ കോടികളെക്കാൾ വലുതാ. പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട കളഞ്ഞിട്ട് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഇപ്പൊ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാ മതി. ആ വേണേലൊരു 5000-10,000 മേടിച്ചോ, പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്. കാലമാടണമെന്ന് അറിയത്തില്ലയോ സാറേ? ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചാ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ. ഞാൻ രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് 2 പേർക്കും ആവശ്യം ക്യാഷാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എൻ്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്? അത് ശരിയാവില്ലടോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്? പരസ്പരം ഇഷ്ടമായോ? ഫാമിലീസിന്
ഓൾമോസ്റ്റ് ഓക്കെ. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവർ പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്.